ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഇലാസ്റ്റിസിറ്റിനെ പറ്റിയാണ്. ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താ? റെസ്പോൺസീവ്നെസ് അല്ലേ, പ്രതികരണം അല്ലേ. ക്വാണ്ടിറ്റി ഡിമാൻഡ് വാങ്ങിച്ചിട്ട് കസ്റ്റമേഴ്സ് പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് അല്ലേ. അതും എന്തൊക്കെ കാരണം കൊണ്ട്? പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ കസ്റ്റമേഴ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര ചെയ്യും, എത്രയാണ് കസ്റ്റമേഴ്സിൻ്റെ പ്രതികരണം, അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം പ്രൈസ് കാരണം മാത്രമല്ല അല്ലേ ഈ ഡിമാൻഡ് മാറുക. ഈ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് മാറുക, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുമ്പോൾ, ഇൻകം മാറുമ്പോൾ, അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അങ്ങനെയൊക്കെ മാറും അല്ലേ. അപ്പം അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പം അതിൽ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഇപ്പോൾ പ്രൈസ് ഓഫ് ഹെഡ്ഫോൺ 500 രൂപ ആയിരുന്നത് 400 രൂപയായി മാറി, കുറഞ്ഞു. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 100 ആയിരുന്നത് 150 സ്വാഭാവികം, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടി. അത് എത്ര ചേഞ്ച് വന്നിരിക്കണേ? ഡെൽറ്റ എത്രയാണ്? 50 അല്ലേ. 50 ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്, 50 യൂണിറ്റ്സ് ആണ് കൂടിയത്. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് വീറ്റ് നോക്കി, 20 18 ആയപ്പോൾ 500 ഉണ്ടായിരുന്നത് 520 അല്ലേ. അപ്പോൾ ഒരു 20 യൂണിറ്റ്സ് ആണ് കൂടിയത്. ചേഞ്ച് കണ്ടോ? 20 യൂണിറ്റ്സ് ആണ് കൂടിയത് 500 520 ആയപ്പോൾ. അതുപോലെ തന്നെ സാൾട്ടിൻ്റെ കേസ് നോക്കിയാൽ 9 7.50 അതിലേക്കായി. അപ്പം ഒരു കുറച്ച് പ്രൈസ് കുറഞ്ഞപ്പോൾ 1000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തത് 1005 അപ്പോൾ ആ ഒരു 5 ഡിഫറൻസ് കണ്ടോ? ഡെൽറ്റ ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നത് 5 ആണ്. ഇതിൽ നിന്ന് എന്താ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാവരും പ്രൈസ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ചെറിയ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ആ ഡിഫറൻസ് ലേ ചെയ്യുന്നത്? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്സിലാണ് അല്ലേ. ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഇലാസ്റ്റിസിറ്റി നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഈ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ദ ഡിമാൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും. വീറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 രൂപ ചേഞ്ച് വന്നപ്പോൾ അതേപോലെ തന്നെ 20 യൂണിറ്റാണ് ചേഞ്ച് വന്നത്. സെയിം പോലെ ഒരു ചേഞ്ചാണല്ലേ വന്നത്. 100 രൂപ കുറഞ്ഞപ്പോൾ ഒരു 50 രീതിയിൽ, ഹാഫ് രീതിയിൽ ഒരു റെസ്പോൺസ് വന്നു അല്ലേ. പിന്നെ ചെറിയ ചേഞ്ച് വന്നപ്പോൾ ഒരു ചെറിയ രീതിയിൽ തന്നെ ഒരു വ്യത്യാസം സാൾട്ടിൻ്റെ ഇതിലും വന്നില്ല. അപ്പോൾ ആ ഡിഗ്രി ഓഫ് പ്രതികരണം, ആ റെസ്പോൺസീവ്നെസ് ഡിഫറെൻ്റ് ആണ് ഈ 3 കേസുകളിലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റെസ്പോൺസീവ്നെസ് കാണണം എന്ന് പറയുന്നത്. ഡിമാൻഡിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ ആദ്യമേ നമുക്കറിയണം എൻ്റെ പ്രൊഡക്റ്റിന് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡിമാൻഡ് വരും എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഈ ഇലാസ്റ്റിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഓൾറെഡി കണ്ടെത്തും എത്രത്തോളം റെസ്പോൺസ് നമുക്ക് കിട്ടും എന്നുള്ളത്. അത് എന്തുകൊണ്ടൊക്കെ ആവാം ഡിമാൻഡ് മാറുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉള്ളതുകൊണ്ടാവാം, അഡ്വർടൈസ്മെൻ്റ് ഉള്ളതുകൊണ്ടാവും, അല്ലെങ്കിൽ ഓൺ പ്രൈസ് കാരണമാവും. ഈ കേസിലൊക്കെ ഓൺ പ്രൈസ് കാരണമാണ്. അപ്പോൾ ഈ ഡിഫറൻസ് ഇൻ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡാണ് അല്ലേ നമുക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ കേസിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അത് കാണാനായിട്ട് വളരെ സിമ്പിളാണ്. കമ്പയറിങ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡും ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്താലോ? ഈ റെസ്പോൺസീവ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് അല്ലേ. അതിലത്തെ മെയിൻ ആളാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 4 ഫോർമുലാസ് ഉണ്ട്. രണ്ട് ഫോർമുലാസ് നോർമൽ ഫോർമുലാസ്, അതായത് ഒന്ന് ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അത് ക്വസ്റ്റ്യൻ പെർസെൻറ്റേജിലാണെങ്കിൽ ആ ഫോർമുല ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ബൈ ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഇൻറ്റു പ്രൈസ് ബൈ ദ ക്വാണ്ടിറ്റി, നമ്മുടെ മെയിൻ ഫോർമുല ഇതല്ലേ. ഓക്കെ, അപ്പം ഇത് ഓരോ പ്രൈസും ഒറിജിനൽ പ്രൈസ് തന്നിട്ടുണ്ടായിരിക്കും, പിന്നെ ന്യൂ പ്രൈസ് തന്നിട്ടുണ്ടായിരിക്കും, ഒറിജിനൽ ക്വാണ്ടിറ്റി ന്യൂ ക്വാണ്ടിറ്റി ഒക്കെ തന്നാൽ ഉപയോഗിക്കേണ്ടത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ 4 ഫോർമുലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ മൂന്നാമത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇനി നമ്മളൊരു പോയിൻ്റ് ഇലാസ്റ്റിസിറ്റി പഠിക്കും. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ വേറൊരു ഉള്ളിലുള്ളത് തന്നെയാണത്. അപ്പം പോയിൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് വരുമ്പോൾ എങ്ങനെ കാണാം എന്നുള്ളത്. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. അത് കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ 4 ഫോർമുല മാത്രമുള്ളൂ ഇതിൽ. അപ്പം നോക്കിയാലോ ഇതെങ്ങനെ ചെയ്യാമെന്ന്. ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് 6 നിന്നും 4 രൂപയായി കുറഞ്ഞപ്പോൾ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ ഗുഡ് ഇൻക്രീസ് ചെയ്തിരിക്കണം. അതെത്രയാ? 10 15 ആയി. ഓക്കെ, അപ്പോൾ സ്വാഭാവികം
പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി, 10 ഉണ്ടായിരുന്നു 15 അപ്പം ഈ ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പം ഫൈൻഡ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാലും ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ വ്യത്യാസം എന്നറിയോ? കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കേണ്ടത്. അതായത് നെഗറ്റീവ് എപ്പോഴും പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ആൻസറിൽ വരും. പക്ഷേ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന്, അതായത് ആ നമ്പർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന്, അത് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ആ നമ്പർ മാത്രം ഉള്ള ആൻസറാണ് എഴുതേണ്ടത്, നെഗറ്റീവ് ഇടാൻ പാടില്ല. എപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് ചോദ്യമെങ്കിൽ. പക്ഷേ ചോദ്യം വെറും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ ആൻസറിൻ്റെ ഒപ്പം നെഗറ്റീവ് ഇടണം, മറക്കരുത് അത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഫോർമുല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ് തന്നെയാണ് മേലെ എഴുതേണ്ടത്. പിന്നെ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാനുള്ള ട്രിക്ക് പറഞ്ഞില്ലേ, ഇങ്ങനെ ക്രോസ് ചെയ്ത പോലെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കി. അപ്പം അതായത് ഇപ്പം ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലേ ആ ക്വാണ്ടിറ്റി കിടക്കുന്നത്, അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കാണുക? ന്യൂ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഓൾഡ് ക്വാണ്ടിറ്റി കുറച്ചാൽ കിട്ടും. ചേഞ്ച് ഇൻ ദ പ്രൈസും ന്യൂ പ്രൈസിൽ നിന്ന് ഓൾഡ് പ്രൈസ് കുറച്ചാൽ കിട്ടും കേട്ടോ. അതായത് ന്യൂ ആയിരിക്കുമല്ലോ വലുത് സാധാരണ, അതുകൊണ്ടാണ് ന്യൂവിൽ നിന്ന് ഓൾഡ് കുറയ്ക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ 4ൽ നിന്ന് 6 കുറഞ്ഞത്. അപ്പോൾ 4 എന്ന് പറഞ്ഞത് ന്യൂ പ്രൈസാണ്. അപ്പോൾ 4 - 6 ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. പക്ഷെ അതെടുക്കാൻ പാടില്ല കേട്ടോ, നെഗറ്റീവ് ഇടാൻ പാടില്ല. കാരണം എന്താ, കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ആ കോഎഫിഷ്യൻ്റ് ആ നമ്പർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നെഗറ്റീവിനെ ഒഴിവാക്കും. പക്ഷെ പ്രൈസ് കൂടുകയാണ് ചെയ്തിരുന്നെങ്കിൽ വലിയ ബിഗ് നമ്പറിൽ നിന്ന് സ്മോൾ കുറയ്ക്കുന്ന രീതിയിൽ അത് നമുക്കറിയാമല്ലേ. ഇപ്പോൾ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 5 വരിക. ജസ്റ്റ് 10ൽ നിന്ന് 15 എന്ന് പറഞ്ഞാൽ 5 ആ ഡിഫറൻസ്. അങ്ങനെ വരും. പിന്നെ ഒന്നും നോക്കണ്ട, സിമ്പിളായിട്ട് MCQ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടണം. അപ്പോൾ വേഗം ഡിഫറൻസ് നോക്കുക. ന്യൂ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഓൾഡ് കുറയ്ക്കാൻ അങ്ങനെ ഒന്നും നിൽക്കരുത്, വേഗം ഡിഫറൻസ് നോക്കുക. അപ്പോൾ 6ഉം 4ഉം കണ്ടാൽ 2 ഡിഫറൻസ്, 10ഉം 5ഉം 15ഉം കണ്ടാൽ 5 ഡിഫറൻസ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരണം. ഇവിടെ കോഎഫിഷ്യൻ്റ് ചോദിച്ചുകൊണ്ട് സൈനിന് ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ 5ഉം 2ഉം കിട്ടും അല്ലേ. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി 5ഉം ചേഞ്ച് ഇൻ ദ പ്രൈസ് 2ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒറിജിനൽ പ്രൈസാണ് വെറും P കേട്ടോ. പിന്നെ ഒറിജിനൽ ക്വാണ്ടിറ്റി ആണ് അപ്പം പ്രൈസ് ഒറിജിനൽ 6 ആയിരുന്നു, പിന്നെ ക്വാണ്ടിറ്റി ഒറിജിനൽ 10 ആയിരുന്നു. അപ്പോൾ 6/10. പിന്നെ ഈ ഫ്രാക്ഷന് നമുക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് ഉള്ളതിനെ 5നെയും 10നെയും ക്യാൻസലൊക്കെ ചെയ്ത് കളയാമല്ലോ, 2നെയും 6നെയും കട്ട് ചെയ്ത് കളയാം. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ 1.5 ആൻസർ കിട്ടും. ഓക്കെ, അതാണ് എന്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പം അതായത് ഇന്ന പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റിയിൽ ഇത്ര മാറ്റം വന്നു എന്നുള്ളത് റെസ്പോൺസിവ്നെസ് നമ്മൾ ഒന്ന് മെഷർ ചെയ്തതാണ് ഇപ്പോൾ ഈ കണ്ടത് 1.5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജിലാണ് രണ്ടും തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആ പേഴ്സൻറ്റേജിൻ്റെ ആ നോർമൽ ഫോർമുല ഇല്ലേ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ്, അത് മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നോക്കിയേ, 5% fall in the price of a good leads to 15% rise in its demand. അപ്പം മേലെ പറഞ്ഞത് പ്രൈസും അടിയിൽ പറഞ്ഞത് ഡിമാൻഡും ആണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡാണല്ലേ മേലെ എടുക്കേണ്ടത്. ഫോർമുലയിൽ ഫസ്റ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസാണ് തന്നത്. പക്ഷെ അന്ന് വെച്ചിട്ട് നമ്മളത് തെറ്റിക്കരുത്, നമ്മളെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ തരണേ. നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് എപ്പോഴും ന്യൂമറേറ്ററിൽ എപ്പോഴും ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡേ വരാൻ പാടുള്ളൂ, മേലെ എപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് വരാൻ പാടുള്ളൂ. അപ്പം 15/5 ചെയ്താൽ മതി. അപ്പോൾ 3 ആണ് ആൻസർ കിട്ടുക. മറ്റേ മേലത്തെ പെർസെൻറ്റേജും അടിയത്തെ പെർസെൻറ്റേജും ഒക്കെ ക്യാൻസലായിട്ട് പോയിട്ട് ജസ്റ്റ് 3 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. പ്രൈസ് ഓഫ് എ ഗുഡ് ഡിക്രീസ് ചെയ്തു, 100ൽ നിന്ന് 60 അപ്പോൾ പ്രൈസ് ഓഫ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ ഇലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി EP തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.5. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ന്യൂ ക്വാണ്ടിറ്റിയോ ഓൾഡ് ക്വാണ്ടിറ്റിയോ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ദ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് 30 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ആദ്യം ജീവൻ സാധനങ്ങളൊക്കെ എടുത്തെഴുതുക, ഗിവൺ ആയിട്ടുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുക, എടുക്കുക. ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതുക, ക്വസ്റ്റ്യൻ പേപ്പറും എഴുതുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ ഓൾറെഡി ഒറിജിനലും ന്യൂവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ EP തന്നിട്ടുണ്ട്.
അപ്പോൾ എന്ത് ചെയ്യുക, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ബൈ ആ ഇ പിൻ്റെ അവിടെ 1.5 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതണം. എന്നിട്ട് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റീനെ മാത്രം അവിടെ നിർത്തുക. കാരണം അത് നമുക്ക് ന്യൂ ഓൾഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ ചേഞ്ച് ഇൻ ദ പ്രൈസ് 40 ആണ്. അതുപോലെ തന്നെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. പിന്നെ ഒറിജിനൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടായിരുന്നു 30 ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എഴുതാം. എന്നിട്ട് അപ്പോൾ 1.5 ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ബൈ 12 എന്നാവും. ബാക്കിയുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ 1.5ൻ്റെ അടുത്തേക്ക് ഡിവൈഡഡ് ബൈ 12 അടുത്ത സൈഡിലേക്ക് വന്നു. അപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ അത് ഇൻറ്റു 12 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ചെയ്താൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി കിട്ടും എന്ന്. അപ്പോൾ ന്യൂ ക്വാണ്ടിറ്റി കാണാൻ സിമ്പിളല്ലേ. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഓൾഡ് ക്വാണ്ടിറ്റിയുടെ ഒപ്പം ഈ ന്യൂ ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതിയില്ലേ. ചേഞ്ച് അതായത് ഡിഫറൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ചേഞ്ചാണ് തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റിയുടെ. അപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന ഓൾഡായിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ ഒപ്പം ഈ ചേഞ്ച് എത്രയാണോ ഇപ്പോൾ വന്നത് അതും കൂടി കൂട്ടിയാൽ ന്യൂ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ് കിട്ടും. എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ചേഞ്ച് ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂ മൈനസ് ഓൾഡ് അല്ലേ. അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൈഡ് മാറ്റി കൊണ്ടുവന്നാൽ ഈ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ലോജിക്ക് പരമായി ചിന്തിച്ചാൽ ഓൾഡായിട്ടുള്ള 30ൻ്റെ ഒപ്പം ഇപ്പോൾ എത്രയാണോ ചേഞ്ച് ആ ക്വാണ്ടിറ്റിയിൽ വന്നത്, അപ്പോൾ അത് 18 അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്ക് കിട്ടും 48. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മറ്റേ രീതിയിൽ ഫോർമുല വെച്ച് ചെയ്താലും ആൻസർ ഒന്നാണ് കിട്ടുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ എ കൺസ്യൂമർ അറ്റ് പ്രൈസ് 9 പെർ യൂണിറ്റ് ഈസ് 800 യൂണിറ്റ്സ്. ഓക്കെ, ഇറ്റ്സ് പ്രൈസ് ഫാൾസ് ബൈ 25%. ഓക്കെ, ദ പെർസെൻറ്റേജ് അതായത് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഉണ്ടല്ലോ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഇപ്പോൾ തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് റൈസസ് ബൈ 160 യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റൈസസ് ബൈ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ചേഞ്ചാണ് അവിടെ തന്നിട്ടുള്ളത്. കാരണം ഓൾഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നോക്കിയാൽ 800. അപ്പോൾ ഈ ന്യൂ ക്വാണ്ടിറ്റി ഇല്ലേ, പ്രൈസ് കുറഞ്ഞാൽ 800-നേക്കാളും കൂടുതലല്ലേ വേണ്ടത് അല്ലേ. അതായത് ന്യൂ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 800-നേലും വലുതായിരിക്കും. പക്ഷേ ഇവിടെ ജസ്റ്റ് 160 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് വെറും ചേഞ്ചാണ് കാണിക്കുന്നത്. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് 160. ഒരിക്കലും അത് പെർസെൻറ്റേജ് ചേഞ്ച് അല്ല കേട്ടോ. ഓക്കെ, പിന്നെ ബൈ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 160 തന്നെയാണ്. ഓക്കെ, അപ്പം കാൽക്കുലേറ്റ് ഇറ്റ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമുക്ക് പെർസെൻറ്റേജിൽ തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ്. അപ്പം മറ്റേതിന് ജസ്റ്റ് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ അറിയാമല്ലോ, ഞാൻ ഒന്ന് പറഞ്ഞു തന്നില്ലേ ഒരു ഫോർമുല. ഈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. പെർസെൻറ്റേജിലേക്ക് മാറ്റേണ്ടത് കാരണം ഇൻറ്റു 100 കൂടെ എന്തായാലും കൊടുക്കണം. അപ്പം മേലെ എന്താ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്, അടിയിലെന്താ ഒറിജിനൽ പ്രൈസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ക്യാൻസലേഷനും സീറോസൊക്കെ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 20% കിട്ടും. അങ്ങനെ 2% ചേഞ്ചുകളും കിട്ടിക്കഴിഞ്ഞാൽ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. മേലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ 20/25. അപ്പോൾ നമുക്ക് 0.8 കിട്ടും. നമുക്ക് എക്സാം ഹാളിൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകാം കേട്ടോ. എല്ലാ എക്സാമിനും കാൽക്കുലേറ്റർ കൊണ്ടുപോകാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൺസ്യൂമർ ബൈസ് 80 യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് അറ്റ് എ പ്രൈസ് ഓഫ് 4 പെർ യൂണിറ്റ്. ഓക്കെ, സപ്പോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് -4 ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി തന്നിരിക്കണം. -4 ആയിട്ടാണ് തന്നിരിക്കുന്നത്. അറ്റ് വാട്ട് പ്രൈസ് വിൽ ഹി ബൈ 60 യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആ -4 നമ്മൾ എടുക്കണ്ട. കാരണം മൈനസ് വന്നാൽ പിന്നെ നമുക്ക് മൈനസിൻ്റെ ആവശ്യമില്ല ഇവിടെ. കാരണം ഒരു പ്രൈസാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അതായത് ന്യൂ പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ന്യൂ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 60 യൂണിറ്റ്സ് ആകുമ്പോൾ എത്ര പ്രൈസ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ന്യൂ പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് കാണാൻ വേണ്ടി നമുക്ക് നെഗറ്റീവ് സൈന് വേണ്ട അല്ലേ. ഒരു കൺഫ്യൂഷൻ വരും നെഗറ്റീവ് സൈൻ എടുത്താൽ. അപ്പോൾ നെഗറ്റീവ് ഇല്ലാണ്ട് തന്നെ ആ ഇ പിനെ എടുക്കാം. എന്നിട്ട് 4 ഈസ് ഈക്വൽ ടു ഇവിടെ ആ പെർസെൻറ്റേജ് ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ഫോർമുല ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ബൈ ചേഞ്ച് ഇൻ ദ പ്രൈസിൻ്റെ പ്രൈസ് ബൈ ദ ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ അതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ന്യൂ പ്രൈസ് അറിയാത്തത് കൊണ്ട് ചേഞ്ച് ഇൻ ദ പ്രൈസ് കാണാൻ പറ്റൂല അല്ലേ. അപ്പം അങ്ങനെ ചേഞ്ച് ഇൻ ദ പ്രൈസ് തന്നെ എഴുതുക. എന്നിട്ട് ഒരു കാര്യം എല്ലാതും ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് 1 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ 1 ചേഞ്ച് ഇൻ ദ പ്രൈസ് എന്ന് വരും. അപ്പം ഇവിടെ ചെയ്യേണ്ട ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഡിനോമിനേറ്ററിൽ ഡിവിഷൻ ആയിരുന്നത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലേ. അപ്പോൾ
അപ്പോൾ വെറും 4 എന്ന് പറഞ്ഞാൽ 1 × 4 ആണല്ലേ. അപ്പോൾ ഇൻറ്റു ആയിട്ടുള്ള 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുക അവർ. അപ്പോൾ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഈക്വൽ ടു 1/4 കിട്ടും. അങ്ങനെ ചേഞ്ച് ഇൻ ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0.2 കിട്ടും നമുക്ക്. അപ്പം ചേഞ്ച് ഇൻ ദ പ്രൈസ് കിട്ടിയ ന്യൂ പ്രൈസ് കാണാൻ എന്ത് എളുപ്പമാണ് അല്ലേ. ഓൾഡ് പ്രൈസിൻ്റെ ഒപ്പം ഈ ചേഞ്ചും കൂടി ആഡ് ചെയ്താൽ ന്യൂ പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വന്നതെന്നുള്ള ഫോർമുല അതേ. ചേഞ്ച് ഇൻ ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ ന്യൂ മൈനസ് ഓൾഡ് ആണ്. അപ്പം ന്യൂ പ്രൈസ് അതിൽ നിന്ന് എങ്ങനെ കാണാൻ പറ്റും? ന്യൂവിനെ അവിടെ നിർത്തുക, എന്നിട്ട് ചേഞ്ച് ഇൻ ദ പ്രൈസിൻ്റെ അവിടേക്ക് മൈനസ് ഓൾഡിനെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ഓൾഡ് ആവും. ഓക്കെ, അതുതന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ന്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഓൾഡ് പ്രൈസിൻ്റെ ഒപ്പം ചേഞ്ച് ഇൻ ദ പ്രൈസ് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ പ്രൈസിൻ്റെ ഒപ്പം ഓൾഡ് പ്രൈസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിലും ചെയ്യാം. മാത്സ് നമുക്ക് പലതരം രീതിയിലും ചെയ്യാം അല്ലേ. ദർ ആർ മെനി വേസ് ടു ഡു എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. സോ നമുക്ക് ആ ഒരു രീതിയും കൂടി നോക്കിയാൽ അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഇ പി ഈക്വൽ ടു ആ ഫോർമുലയിൽ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ ആ ചേഞ്ച് ഇൻ ദ പ്രൈസിന് പകരം എന്ത് ചെയ്യണമെന്ന് അറിയുമോ? x-4 ഇട്ട് കൊടുക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൈസാണ്, അത് അറിയില്ല. അതുകൊണ്ട് ന്യൂ പ്രൈസ് മൈനസ് ഓൾഡ് പ്രൈസ് ആണല്ലോ ചേഞ്ച് ഇൻ ദ പ്രൈസ്. അപ്പം x-4 എന്ന് ഇട്ട് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? അത് അവിടെ ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ളതൊക്കെ ക്യാൻസലായിട്ട് പോയിട്ട് അത് 1 ആയിട്ട് തന്നെ മാറും. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു 1 മാത്രമാവും. 1/x-4 ആവും ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ ആ 4 മാത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലേക്ക് ആ 4നെ കൊണ്ടുവരാം, പിന്നെ മറ്റേ സൈഡിലേക്ക് x-4നെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ x-4 ഈക്വൽ ടു 1/4 ആവും. അപ്പോൾ 1/4നെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ 0.2 കിട്ടും. അപ്പോൾ x-4 ഈക്വൽ ടു 0.2 വരും. അപ്പോൾ x ഈസ് ഈക്വൽ ടു വാട്ട്? 0.2 + 4 ചെയ്താൽ മതി. -4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വിൽ ബിക്കം പ്ലസ് ആൻഡ് ദെൻ x ഈക്വൽ ടു 4.2. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ആ ന്യൂ പ്രൈസ് കിട്ടി. താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ.